അങ്ങനെ സൂപ്പർ കപ്പിൻ്റെ ഒരു ഡ്രോ സംഭവിക്കുന്നു. ഗ്രൂപ്പ് സ്റ്റേജ് ഏതൊക്കെ ടീമുകളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്നുള്ള കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. സോ ISL 12 ടീമുകളും 4 ടീമുകൾ ഫ്രം ഐ ലീഗ് എന്നുള്ള നിലയ്ക്കായിരിക്കും. അപ്പോൾ ആകെ 5 ടീമുകളെ ഐ ലീഗിൽ നിന്ന് സന്നദ്ധത അറിയിച്ചിട്ടുള്ളൂ ഈ ഒരു സൂപ്പർ കപ്പിൽ കളിക്കാനായിട്ട്. അപ്പോൾ ഏതായാലും പോയിന്റ് ടേബിളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ കഴിഞ്ഞുള്ള പോയിന്റ് ടേബിളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പിൽ വരുമെന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാവുക. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 എന്നിവിടങ്ങളിൽ ഇപ്പം ഈ സന്നദ്ധത അറിയിച്ചിട്ടുള്ള 5 ടീമുകളിലെ ടോപ്പിലുള്ള 3 ടീമുകൾ വരും. പിന്നെ 4ഉം 5ഉം സ്ഥാനത്തുള്ള ടീമുകൾ തമ്മിലൊരു പ്ലേ ഓഫ് മത്സരം കളിക്കും. അവരായിരിക്കും ഗ്രൂപ്പ് ഡിയിലേക്ക് എത്തുന്നത്. ഏതായാലും നമുക്ക് ഗ്രൂപ്പ്സുകൾ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് എയിൽ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, ഹൈദരാബാദ് FC എന്നിവരാണ് ഉള്ളത്. അവരോടൊപ്പം ഐ ലീഗിൽ നിന്ന് ഒരു ടീം കൂടി എത്തുമെന്നുള്ളതാണ്. അപ്പം ഗ്രൂപ്പ് എയെ പറ്റി പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മോഹൻ ബഗാൻ തന്നെയാണ് ഒരു ഫേവറേറ്റ്സ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. പക്ഷേ ഈസ്റ്റ് ബംഗാളും മോശക്കാരൊന്നുമല്ല, അവർ നന്നായിട്ടൊക്കെ നിലവിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതർവൈസ് ഇറ്റ്സ് ഡെർബി മാച്ച്. സോ എന്ത് സംഭവിക്കാം, ഡെർബിയിൽ അവർ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ് ഡൂറൻ കപ്പിൻ്റെ സമയത്തൊക്കെ. സോ ചാൻസസ് ഉണ്ട്. പക്ഷേ മോഹൻ ബഗാൻ തന്നെ നമുക്ക് ഫേവറേറ്റ്സ് എന്ന് പറയാം. ഈ ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് ഗ്രൂപ്പിൽ. കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ജംഷഡ്പൂർ FC തന്നെ ഒരു ഐ ലീഗ് ടീം ആയിരിക്കും വരിക. സോ ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് നോക്കുമ്പോൾ ഫേവറേറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പം നോർത്ത് ഈസ്റ്റ് അത്ര നല്ലൊരു രീതിയിലല്ല പോകുന്നത്. ജംഷഡ്പൂരിൻ്റെ സ്ഥിതി നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇതിപ്പം എങ്ങനെ ABFC ഒരു ടൂർണമെൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു, അതുപോലെ നമ്മൾ 6 വിദേശ താരങ്ങളെയൊക്കെ യൂസ് ചെയ്യുമ്പം അവരെങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ഗ്രൂപ്പ് സിയിലേക്ക് വരുന്ന സമയത്ത് മുംബൈ സിറ്റി FC, ചെന്നൈയിൻ FC, പഞ്ചാബ് FC എന്നിവർക്കൊപ്പമാണ് മറ്റൊരു ഐ ലീഗ് ക്ലബ്ബ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ മുംബൈ സിറ്റി FC തന്നെയാണ് ഫേവറേറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ചെന്നൈയിൻ FCയും പഞ്ചാബ് FCയും അത്ര ഒരു ഇതിലല്ല. പക്ഷേ ചെന്നൈയിൻ FC വേണമെങ്കിൽ എന്ത് സംഭവിക്കാം, വമ്പന്മാരെ വേണമെങ്കിൽ അട്ടുമുറിച്ചിടാനുള്ളൊരു ടീമൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ 6 വിദേശ താരങ്ങളെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്നുള്ളത് പോലെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. ഇനി ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ അവിടെയാണ് FC ഗോവ, ഒഡീഷ FC, ബംഗളൂരു FC, പിന്നെ ഐ ലീഗ് ടീമും വരുന്നത്. ഇത് ഒരു എന്താ പറയുക, ഒരു ടഫ് ഗ്രൂപ്പ്, മരണ ഗ്രൂപ്പ് തന്നെയാണ്. കാരണം ISL ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 2 ടീമുകളാണ് ഒഡീഷയും അതുപോലെ തന്നെ FC ഗോവയും. സോ ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം, ഇവരിൽ ആര് മുന്നോട്ട് പോകുമെന്നുള്ളത്, പ്രത്യേകിച്ച് ഗ്രൂപ്പ് സ്റ്റേജ്, അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമേ യോഗ്യത നേടത്തുള്ളൂ. സെമി ഫൈനലാണ്, ക്വാർട്ടറില്ല. പിന്നെ ബംഗളൂരു FC കൂടി വരുന്നു. ബംഗളൂരു FC ഇപ്പം പുതിയ കോച്ച് വന്നതിന് ശേഷം ഒരു മത്സരമൊക്കെ വിജയിച്ച് നിൽക്കുകയാണ്. ഇനി ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഇതൊരു ഏറ്റവും ടഫ് ഗ്രൂപ്പായിട്ട് ഞാൻ വിലയിരുത്തുന്നത് ഈ ഒരു ഗ്രൂപ്പിനെ തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെയാണ്. ഇനിയിപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ പ്ലേയേഴ്സൊക്കെ അവൈലബിൾ ആകും. ഇനി KBFC 5 വിദേശ താരങ്ങളെ കൊണ്ടാണോ കളിക്കുന്നത്, മറ്റൊരു വിദേശ താരം ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പായിട്ടും നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും സൂപ്പർ കപ്പിന് ഉറപ്പായിട്ടും സാധാരണഗതിയിൽ ഒരു സീസൺ എൻഡറിൽ വെക്കുന്ന പോലുള്ളൊരു ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല. അതായത് കുറച്ചും കൂടി നല്ലൊരു ഇമ്പോർട്ടൻസ് ക്ലബ്സ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, KBFC കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ AFC ടൂർണമെൻറ്റ്സിലേക്കുള്ള ഒരു സ്ലോട്ട് കൂടിയുള്ള ടൂർണമെൻറ്റാണ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ കൂടിയുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്താൽ മറ്റുമായിരിക്കും. ഞാനൊന്ന് സനി.